സാധനങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഈ പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടി സാധനം കെട്ടിയേക്കുന്നത് എന്നാ ഭയങ്കര പരിപാടികളാണ്. ഹേ ഹലോ മച്ചന്മാരെ, പാക കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി നല്ല സൂപ്പർ കോഴി പെരട്ടാണ്. അപ്പോൾ വെറൈറ്റി സാധനമൊക്കെ ഇട്ട് നമ്മുടെ ഒരു കിടിലൻ പെരട്ട്. അപ്പോൾ വായു. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ പെരട്ടിനുള്ള അടുപ്പുകളൊക്കെ ശരിയാക്കാൻ പോവാണ്. വായു ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം. പാത്രം വെക്കാം. പാത്രം വെച്ചു. പുതിയ തരം ഐഡിയ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും. എന്തൊരു ചേലാണ്. നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം ഗൈസ്. ഖുദാമിന്ന് വരുന്ന ചിക്കൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യും. എല്ലാം പൊളിച്ചെടുക്കാം. മരം വെട്ടുകാർ ഭയങ്കര പണി തുടങ്ങി. നമുക്ക് ചെറുതല കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി എല്ലാവരും തുടങ്ങി. കണ്ണ് കാണാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരണേ. അമ്മോ 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 അമ്മ അമ്മ അമ്മോ. ഇതൊക്കെ ഉള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് പാത്രത്തിൽ തന്നെ അല്ലടാ വീടുന്നത് ഏകദേശം. ഓക്കെ, സെറ്റ്. പച്ചമുളക് ഇങ്ങനെ ഗുമ്മാന്ന് അരിയണം. മരം വെട്ടലാണ് ഗൈസ്. മരം വെട്ടൽ ഇവിടെ സമ്മതിക്കുന്നില്ല. അവർ സമ്മതിക്കുന്നില്ല. മരം വെട്ടരുത് ഗൈസ്. വനം അമൂല്യമാണ്, അത് നശിപ്പിക്കരുത്. താഴെ എഴുതി കാണിക്കാം വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ നല്ലപോലെ കത്തി വന്നിട്ടുണ്ട്. നമുക്കിനി പാത്രം വെച്ച് കൊടുക്കാം. നാടൻ അടുപ്പാണ് ഗൈസ്. കല്ലൊന്നും വെക്കാതെ നമ്മൾ മണ്ണ് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടുപ്പാണ്. നല്ല അടിപൊളി അടുപ്പാണ്. സാധനം നല്ലപോലെ കത്തി ചൂടായി വന്നിട്ടുണ്ട്. 4 സൈഡിൽ നിന്ന് മണ്ണൊക്കെ ചൂടായപ്പോഴത്തേന് അടുപ്പ് നല്ല കിടിലിനായി. വെളിച്ചെണ്ണ. അപ്പോൾ അടുപ്പ് നല്ലപോലെ പാത്രം ചൂടായി. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ, മസാല കൂട്ട്, പെരുംജീരകവും സാധനങ്ങളും എല്ലാം, കറുവപ്പട്ടയും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല തീയാണ് ഗൈസ്. ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും തട്ടി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കളർ മാറണം. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തീയാണ് അടിയിൽ. നമുക്കൊരു തീ കഷ്ണം മാറ്റാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നു. പച്ചമുളക് തട്ടി കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് നല്ലപോലെ മൂത്ത് വരണം. പച്ചമുളകൊക്കെ മൂത്ത് അങ്ങോട്ട് വരുമ്പോൾ കൊച്ചുള്ളി, ചിന്ന വെങ്കായം. നമ്മൾ കഷ്ണമൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അതങ്ങനെ കിടന്ന് വെന്ത് തന്നെ കഷ്ണമായിക്കോട്ടെ.
കറിവേപ്പില. നാടൻ കറിവേപ്പില. 3 കറിവേപ്പില ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള തട്ടിക്കൊടുക്കാം. ഇട്ടോ. ലേശം ഉപ്പും കട്ടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ ഈ സവാളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പം പെട്ടെന്ന് നമുക്ക് സാധനം സെറ്റായി കിട്ടും. അപ്പോൾ അതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം തട്ടി കൊടുക്കാം. എല്ലാം ഒന്നിച്ച് തട്ടി കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടി. എന്നാലും കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ലേശം ഒരു 2-3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ, ഒരുപാട് ചേർക്കണ്ടല്ലോ. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളി എല്ലാ സാധനങ്ങളും മസാല പൊടിയെല്ലാം ഇട്ട എല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ തട്ടിക്കൊടുക്കാം. ചിക്കൻ തട്ടിക്കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ അകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വേവാനായിട്ട് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യം വരും. ആദ്യം ചിക്കൻ്റെ അകത്ത് നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങി വരട്ടെ. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ചിക്കനൊക്കെ വെന്ത് വരണം. ലേശം വെള്ളം ഒഴിക്കും. നല്ല ഒരു മഴക്കോളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ പെട്ടെന്നാക്കുകയാണ്. കണ്ട കറുത്തിരുണ്ട് വരുന്നുണ്ടോ? ഓ മൈ ഗാഡ്. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ലേശം കുറവുണ്ട്. നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് വെള്ളം മൊത്തം വറ്റി വരണം ഗൈസ്. ആ രീതിയിൽ വറ്റിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വറ്റാൻ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഗരം മസാല തട്ടി കൊടുക്കാം. ഗരം മസാല ആഹാ താത്തിട്ടോ അല്ല കാറ്റ് കൊണ്ടുപോകും. ഗരം മസാല ചിക്കൻ ലേശം കിട്ടാതായിപ്പോവും. ഇട്ടോ അപ്പോൾ ഗരം മസാല നല്ല ആഹാ ലാസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ മണവും അതാ ആദ്യമേ ഇടണ്ട. അവസാനം രുചിയല്ല മണവും പോകും. ആദ്യം ഇട്ടോ ശകലം കൂടെ ഇട്ടോ. ആവശ്യത്തിന് ഗരം മസാല ഇട്ടോ. നല്ല മണം വരണം. നല്ല മണം വന്ന് തുടങ്ങി ഗൈസ്. അപ്പം ഗരം മസാല ഒരു 2 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അയ്യോ കണ്ണ് നീർന്നേ. ഈ നാടൻ അടുപ്പിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. കണ്ണിലേക്ക് ഈ പുക അടിച്ച് കയറും. പുകയാണ്. അപ്പം പെരട്ട് നല്ലപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്കിനി കുരുമുളക് തട്ടി കൊടുക്കാം. കുരുമുളക് പൊടിയല്ല, നമ്മൾ ഇടിച്ചെടുത്ത കൊണ്ടിട്ട് നല്ല തരിതരിയായിട്ട് കിടക്കുന്ന കുരുമുളക് അങ്ങോട്ട് തട്ടി കൊടുക്കാം. അതാ ഇത് കഴിക്കുമ്പോൾ ആ ഓരോ കടി കിട്ടണം കുരുമുളക്. നല്ലപോലെ എരിവ് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് അങ്ങോട്ട് തട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 2 ടീസ്പൂൺ തട്ടി കൊടുത്തിട്ടുണ്ട്. അത് മതിയാവും, നമുക്കുള്ളതായി. നല്ലതായിരുന്നു. അതെ അത് തന്നെ. അപ്പോൾ അതേ വറ്റി വേണ്ട ഗൈസ്.
വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് ഇനി നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ചെറുന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതാ. അപ്പോൾ നമുക്ക് ഇനി എടുക്കാൻ സമയമാകുമ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല എന്താ നാടൻ വെളിച്ചെണ്ണ, ശുദ്ധമാണ് വെളിച്ചെണ്ണ. മതി. അപ്പം ലേശം വെളിച്ചെണ്ണയും കൊണ്ടാണ് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആ വെളിച്ചെണ്ണയുടെ മണം ഇങ്ങോട്ട് വരണം. ഉണ്ടോ? ആഹാ, നല്ല അടിപൊളി പെരട്ടാണ്. ചിക്കൻ പെരട്ട്. ഇനി വറ്റിക്കേണ്ടവർക്ക് കുറച്ച് നേരം കൂടെ വെക്കാമെങ്കിൽ നല്ലപോലെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അതല്ല, ഇങ്ങനെ എടുക്കേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. നമ്മളിപ്പോൾ ഈ പൊറോട്ടയുടെ കൂടെയാണ് എടുക്കുന്നത്. നല്ല നാടൻ തനിനാടൻ പൊറോട്ടയും നല്ല അടിപൊളി പെരട്ടും അങ്ങോട്ട്. അപ്പോൾ പൊറോട്ടയുടെ നമ്മൾ ലേശം ഗ്രേവി ഇരിക്കട്ടെ അല്ലേ? ഗ്രേവി ഇരിക്കട്ടെ അല്ലേ? ആ ഗ്രേവി വെച്ച് നമുക്ക് എടുക്കാം. ഇനിയും തണുത്ത് കഴിയുമ്പോൾ ശകലമാണ് ഗ്രേവി അങ്ങ് വറ്റും. അപ്പോൾ നമ്മുടെ പെരട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിനി ഇത് എടുക്കുന്നു, കഴിക്കുന്നു, ആഹ്ലാദിപ്പിക്കും. അപ്പോൾ നമ്മുടെ പെരട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വറ്റിച്ചില്ല. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് പൊറോട്ടയും കൂട്ടി അടിക്കാം ഗൈസ്. അപ്പോൾ പൊറോട്ട ഇങ്ങോട്ട് വെച്ചിട്ട് വന്നേ. അതെ, 2 പൊറോട്ടയും അതിനകത്ത് നമ്മുടെ തന്നെ പെരട്ട്. ക്യാമറമാൻ അതെ, പെരട്ട് ഇത്രയും മതിയോ നോക്കണം. അല്ലേ? ആഹാ, നല്ല ചൂട് പെരട്ട്. നല്ല മഴക്കോളും പൊറോട്ടയും നല്ല ചൂട് പെരട്ടും ചിക്കൻ പെരട്ട്. അതാ, നല്ല അടിപൊളി പെരട്ട്. നമുക്ക് അടിച്ചു നോക്കാം. അടുത്ത പ്ലേറ്റ് ഇട്. അടുത്ത പെരട്ട്. അടുത്ത പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴിച്ചു നോക്കുകയാണ്. നല്ല ചൂട് ചിക്കൻ പെരട്ടും ചൂട് പൊറോട്ടയും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കൃത്യ എരിവാണ്. അടിപൊളി. എങ്ങനെയുണ്ട്? ഇനി കഴിക്കുന്നില്ലേ? കഴിക്കണം. ആ കൊച്ചുള്ളിയൊക്കെ നല്ല ഇടലായിട്ട് നടക്കുന്നുണ്ടല്ലേ? ഇത്തിരി പൊറോട്ടയും ബീഫും കറിയും നോക്കിയിട്ട് കരൾ ഞാൻ എടുക്കുകയാണ്. സൂപ്പറാണ്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല രുചിയുണ്ട്. ആ കുരുമുളക് എടുത്തറിയുന്നുണ്ട്. കുരുമുളക് ഗരം മസാലയൊക്കെ അവസാനമല്ലേ കേട്ടോ? അപ്പം നല്ല ടേസ്റ്റ്, ഫ്ലേവറും. അപ്പോൾ നമ്മൾ കൊച്ചുള്ളിയൊക്കെ ഇട്ടാ ഉണ്ടാക്കിയപ്പോഴാ അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? അതിൻ്റെതായൊരു അടിപൊളിയാണ്. തനിമയായിട്ട്. അപ്പോൾ ഇതേപോലെ കൊച്ചുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ടിട്ട് നല്ല കിടിലൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാ.